ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിൽ നമുക്കൊരു ചെറിയ റീഡിംഗ് എടുക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പുതിയ സ്നേഹം, അതാണ് എൻ്റെ ഒരു ടോപ്പിക്. നിങ്ങളിലേക്ക് വരുന്ന പുതിയ സ്നേഹം കേട്ടോ. പുതിയ സ്നേഹമാകാം, പുതിയ ലവ് ആകാം, അങ്ങനെയെല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്റെ ടോപ്പിക് ഇതാണ്, അതിലെല്ലാം വരും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക കേട്ടോ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടാരോ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. പേയ്മെന്റ് ഉണ്ട്, ഫീസ് ഉണ്ട് കേട്ടോ, ഫ്രീ അല്ല. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന് പരിഹാരം ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിളിച്ചാൽ ചിലപ്പോൾ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് കാർഡ് എടുക്കാം. നിങ്ങളിലേക്ക് വരുന്ന പുതിയ സ്നേഹം. അപ്പൊ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സ്നേഹം നിങ്ങളുടെ ലവറിന്റെ സ്നേഹമാകാം, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്നേഹമാകാം, നിങ്ങളുടെ വൈഫിന്റെ സ്നേഹമാകാം, അച്ഛന്റെ സ്നേഹമാകാം, അമ്മയുടെ സ്നേഹമാകാം, സഹോദരങ്ങളുടെ സ്നേഹമാകാം, മക്കളുടെ സ്നേഹമാകാം, ഫ്രണ്ട്സിന്റെ സ്നേഹമാകാം. ഏത് രീതിയിലുള്ള സ്നേഹം വേണേലും ആകാം കേട്ടോ. നിങ്ങളുടെ ദൈവത്തിന്റെ സ്നേഹമാകാം, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാകാം, യൂണിവേഴ്സിന്റെ സ്നേഹമാകാം. അപ്പം ഞാൻ നോക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന പുതിയ സ്നേഹമാണ്, പുതിയ ലവ്, ന്യൂ ലവ്. അപ്പൊ നമുക്ക് നോക്കാം. ചെറിയൊരു റീഡിംഗ് ആണ്. ദൈവം നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്താണ് തരുന്നതെന്നും നോക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ കാര്യങ്ങളും ഞാൻ ഇതിലൂടെ നോക്കുന്നുണ്ട് കേട്ടോ. നൈൻ ഓഫ് വണ്ടർ, ഏസ് ഓഫ് കപ്പ്. ഏസ് ഓഫ് കപ്പ് ഇവിടെ റിലേഷൻഷിപ്പ്, പുതിയ ലവ് വരുന്നുണ്ട് കേട്ടോ. ലവിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. പുതിയ ലവ് ആർക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ആർക്കൊക്കെ, അല്ലെ പുതിയ പ്രപ്പോസൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് പുതിയ തുടക്കം പലർക്കും വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുന്നത് തന്നെ ലവിനെ കുറിച്ചാണ്. അമ്മയുടെ സ്നേഹം, അമ്മയുടെ സ്നേഹവും വരുന്നുണ്ട്. ചിലവര് അമ്മയാവാൻ പോകുന്നു, നിങ്ങളിൽ ചിലര് അമ്മയാകാൻ പോകുന്നു. അമ്മയുടെ സ്നേഹവും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സ്നേഹം പറഞ്ഞപ്പോൾ കണ്ടോ, അമ്മയുടെ സ്നേഹം. ചിലർക്ക് കുട്ടി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ പോകുന്നു. ചിലർ പ്രഗ്നൻസിയിലാണ്, ചിലർ കുട്ടി ആയിക്കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, അമ്മയായി കഴിഞ്ഞു കേട്ടോ. അമ്മയുടെ സ്നേഹവും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള സ്നേഹമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പലർക്കും പല കാര്യങ്ങളിലും പുതിയ തുടക്കമാണ്. റീബർത്ത് കാണുന്നുണ്ട്, റിന്യൂവൽ, പുതിയൊരു തുടക്കമാണ് പലരുടെ ലൈഫിൽ വരാൻ പോകുന്നത് കേട്ടോ. വേൾഡ് കാർഡ്, ഫൈവ് ഓഫ് സോർട്സ്, ത്രീ ഓഫ് സോർട്സ്, ടു ഓഫ് കപ്പ്. ഇതും ലവ് ആണ്, ലവിന്റെ കാർഡാണ് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പൊ ഇത്രയാണ് എനിക്ക് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാർഡുകളാണ് കിട്ടിയത്. അപ്പൊ നിങ്ങളിലേക്ക് പുതിയ സ്നേഹം വരുന്നുണ്ട്. നമുക്ക് വാലന്റൈൻസ് ഡേയുടെ റീഡിംഗ് ആണ്. ഏസ് ഓഫ് കപ്പ്, ഏസ് ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാർഡാണ്, ഇമോഷൻസ് ആണ് ഉണ്ടോ, റിലേഷൻഷിപ്പിന്റെ കാർഡാണ്. ഇതുപോലെ ടു കപ്പും വന്നിട്ടുണ്ട്. അത് സ്നേഹം, നിങ്ങളിലേക്ക് പുതിയ ലവ് വരുന്നുണ്ട്, പുതിയ മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെയോ, നിങ്ങൾ കാത്തിരിക്കുന്ന ആർക്കൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വരുമ്പോ
ഏഞ്ചൽ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് ചേരേണ്ട ഒരു ജോഡി തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. ദൈവമായിട്ട് കൊണ്ടുവരുന്ന, ഏഞ്ചൽ കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസൽ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അല്ലെങ്കിൽ ദൈവം കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസൽ ആയിരിക്കും. നിങ്ങളുടെ മുൻജന്മ പങ്കാളിയാവാം ഒരുപക്ഷെ. അങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൽ മുൻജന്മ ബന്ധമാകാം നിങ്ങൾ തമ്മിൽ. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ബന്ധം നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 കപ്പ് വന്നിട്ടുണ്ട്. 2 കപ്പ് നിങ്ങൾക്ക് ചേരേണ്ട തന്നെ റിയൽ ആയിട്ടുള്ള ഒരു ജോഡി തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേരേണ്ട ജോഡി തന്നെയാണ്, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ജോഡി തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലായവരോടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അല്ലെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തി നിങ്ങൾക്ക് ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ നിങ്ങളിപ്പോ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നത് തരുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാവും. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് പോകുന്നു. അതുപോലെ നോ കോണ്ടാക്ട് ആയിരിക്കുന്ന വ്യക്തികളും ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പലരും ഈ വാലന്റൈൻസ് ഡേയില് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പോകുന്നു, മെസ്സേജിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നു. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ അതോടുകൂടി ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് ആയിരിക്കുന്ന പല നിങ്ങളുടെ ജോഡിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന വ്യക്തി ആയിട്ടുള്ള നിങ്ങളുടെ നോ കോണ്ടാക്ട്, അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിലാവാൻ പോകുന്നുണ്ട് പലരും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ പരസ്പരം ക്ഷമിക്കാൻ പോകുന്നു. പരസ്പരം അത് ക്ഷമിച്ചു ഫോർഗീവ് ചെയ്തിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും വളരെയധികം സ്ട്രോങ് ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരുടെ ലൈഫിൽ. ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ക്ഷമിക്കുകയും മറക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നല്ലൊരു ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്റ്റിലായിരിക്കാം ചില പ്രശ്നങ്ങളിൽ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മറക്കുക, ക്ഷമിക്കുക, പങ്കാളിയോട് ക്ഷമിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ ലവറോട് കേട്ടോ. നിങ്ങൾ ഒരുമിക്കേണ്ട വ്യക്തികളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് ഇനി അങ്ങോട്ട്. ഈ ഒരു ദിവസം നിങ്ങളെല്ലാം മറക്കണം, ക്ഷമിക്കണം. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിലേക്ക് പോകണം. ആരെങ്കിലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടവരാണ് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണേ. കാത്തിരിക്കരുത്, ഇങ്ങോട്ട് കോണ്ടാക്റ്റിൽ വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, ഒരു റീബർത്ത് ആണ്, റിന്യൂവൽ, പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം. അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ എത്തിയിട്ടില്ല, നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് എല്ലാ രീതിയിലും ക്ഷമിക്കുക. നിങ്ങൾ അവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അവർക്ക് എന്താ പറയുക, എല്ലാം ക്ഷമിച്ചൊരു പുതിയ തുടക്കം, അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കത്തിനായിട്ട് കാത്തിരിക്കുക കേട്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു അമ്മയുടെ സ്നേഹം, ഞാനിവിടെ പറഞ്ഞ പോലെ പലർക്കും അമ്മ എന്നൊരു എന്താ പറയാ, അമ്മ എന്ന ഒരു സ്നേഹത്തിലേക്ക് പലരും വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പലരും ആരൊക്കെയോ അമ്മയാകുന്നു, അമ്മയുടെ സ്നേഹം അറിയുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പലരും. ഒരമ്മ കുഞ്ഞിനെയുമായി കുഞ്ഞുമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പലരും. ആ ഒരു സ്നേഹം അനുഭവിക്കുകയാണ് പല അമ്മമാരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ, ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ ഒരു പക്ഷേ ക്യാരിങ് ആയിരിക്കാം. നിങ്ങൾക്ക് അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് വരാൻ പോവുകയാണ്. ഈ ഒരു വർഷം നിങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ പോകുന്നു. അമ്മയുടെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. അടുത്ത വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ ഇതേ രീതിയിലൊരു കുട്ടിയുടെ അമ്മയായി ആ ഒരു സ്നേഹം അനുഭവിക്കും, മാതൃസ്നേഹം അനുഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലരോടൊക്കെ ഉള്ളൊരു റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ആ ഒരു അനുഗ്രഹം തരും. അതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം
തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അമ്മയുടെ സ്നേഹം അധികം താമസിയാതെ തന്നെ അനുഭവിക്കാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെ സഹോദരങ്ങളോടോ മക്കളോടോ ഒക്കെ പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ അതെല്ലാം മറക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കോണ്ടാക്റ്റിൽ എത്താൻ പറയുന്നുണ്ട്, കോണ്ടാക്റ്റിലേക്ക് ആകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം പലർക്കും കാണുന്നുണ്ട്. പുതിയ തുടക്കം, പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം. പലരുടെയും മനസ്സിൽ അവരുടെ ആ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പലരും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും അച്ഛനും അമ്മയും തമ്മിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രണയിച്ചിറങ്ങിപ്പോയവരാവാം. നിങ്ങളുടെ ലവറിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ പിണങ്ങിയിരിക്കുന്നവരാവാം. പക്ഷെ അവരുമായിട്ടൊക്കെ നിങ്ങളൊരു കോണ്ടാക്റ്റിലേക്ക് എത്താൻ പോകുന്നതിന്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, ഒരു റിന്യൂവൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് ഫാമിലിയായിട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കാണാൻ നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയെ കാണാൻ ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ലവിന്റെ പറയുന്നത്. പിന്നെ ചിലര് ഹൈ പ്രീസ്റ്റസ് എനർജി കാണുന്നുണ്ട്. ദൈവവുമായി ഒരുപാട്, അതായത് യൂണിവേഴ്സുമായി അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെ ദൈവത്തെ പ്രണയിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ദൈവവുമായിട്ട് സ്നേഹത്തിലായിരിക്കുന്നവര്, അതായത് ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ലവർ എന്ന് പറയുമ്പോൾ അത് ദൈവമാകാം, യൂണിവേഴ്സ് ആകാം, നിങ്ങൾ വിളിക്കുന്ന ദൈവമായിരിക്കാം. അപ്പൊ ആ ഒരു ദൈവത്തെ പ്രണയിക്കുന്നവരുടേതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അത്രയധികം നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോയിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവരായാലും നിങ്ങളുടെ ആ ഒരു ദൈവവുമായി കണക്റ്റഡ് ആയി ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു ഇൻഡ്യൂഷനിൽ പ്രവർത്തിക്കുന്നവരെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്ഷമയുള്ളവരാണ്, മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ്. നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്ത് ജീവിക്കുന്നവരായിട്ടാണ് കാണുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളവരാണ്. വളരെയധികം നന്മ, നിങ്ങളുടെ മനസ്സിൽ വളരെയധികം നന്മയുള്ളവരാണ്. ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരു എനർജിയിലുള്ള വ്യക്തികളുടെ ഒരു റീഡിംഗ് കൂടെയാണിത്. ഒരു വാലന്റൈൻസ് ഡേ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യൂണിവേഴ്സൽ പവറിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്ന ആ ഒരു ശക്തിയാവാം, ദൈവിക ശക്തിയാവാം കേട്ടോ. അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങളിൽ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കുന്നു. അവർക്ക് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു, നിങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ലൈഫിൽ നിങ്ങളൊരു ആശ്വാസമായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം പലർക്കും ആശ്വാസമായി തീരുന്നുണ്ട്, പല രീതിയിൽ ആശ്വാസമായി തീരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരുടെയും. നിങ്ങളുടെ ലൈഫ് തന്നെ ആ ഒരു മേഖലയിലായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് മറ്റുള്ളവരെ ഹീല് ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, സ്വാന്തനിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ അത്രത്തോളം ദൈവികമായിട്ടുള്ളൊരു ചിന്താഗതിയും ദൈവികമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഹൈ പ്രീസ്റ്റസ്, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് പഠിപ്പിക്കുക. ഹൈ പ്രീസ്റ്റസിനകത്ത് ടീച്ചേഴ്സ് വരുന്നുണ്ട്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക്. അതുപോലെ നേഴ്സിംഗ് എന്ന് പറയുന്നത് കെയറിംഗ് ആണ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു. അതുപോലെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നു. നേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരെ കാണുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലും മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കുന്ന വ്യക്തികളെ ഹൈ പ്രീസ്റ്റസിൽ ഉൾപ്പെടുത്താൻ പറ്റും. ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആയി മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് വാലന്റൈൻസ് ഡേയിൽ കൂടുതലായിട്ട് പറയാനുള്ളത്.
പിന്നെ നിങ്ങളുടെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ വന്ന് കാണണം. നിങ്ങൾക്ക് തനിച്ചായിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ആശ്വാസമാകണം. നിങ്ങൾ അച്ഛനും അമ്മയും തനിച്ചാക്കരുത്. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അവരെ എന്താ പറയാ, അനാഥാലയത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിടാതെ നിങ്ങൾ അവർക്ക് വേണ്ട കെയർ കൊടുക്കണം എന്നൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് റീഡിങ്ങിലൂടെ കാണുന്നതുള്ളത് കേട്ടോ. നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ആകുന്ന വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറയുന്നുണ്ട്. നല്ലതല്ലാത്ത വ്യക്തികൾ, നല്ല സ്വഭാവമല്ലാത്ത വ്യക്തികൾ, നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറയുന്നുണ്ട്. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അപമാനിക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാറ്റിയിരിക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിലും, ഇനി ലവിന്റെ പേരിലായാലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നിവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ വിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളുണ്ട്, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമയമായതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ യാത്രയാവാം, ഒരുപക്ഷെ നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. വിദേശ യാത്രയാണെങ്കിലും നിങ്ങൾക്ക് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കാൻ സമയമായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ചലഞ്ചിങ് ആയിട്ടുള്ള ടൈം അവസാനിച്ചതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡിപ്രഷനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു. നിങ്ങളുടെ ചലഞ്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സങ്കടങ്ങളേറിയ ബുദ്ധിമുട്ടേറിയ ദിനങ്ങൾ അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നതാണ് പറയുന്നത് കേട്ടോ. സന്തോഷത്തിൻ്റെതായിട്ടുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ അല്ലെ യൂണിവേഴ്സിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ വിളിക്കുന്ന ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ ഡിപ്രഷനിലോ വിഷമങ്ങളിലോ വേദനയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നു, സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉടനെ തന്നെ അവസാനിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ ഏഞ്ചലിന്റെ കാർഡുകളാണ് കൂടുതലും. ഇപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട്. ഏഞ്ചൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ ഈ ഒരു ചെറിയ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഈ ഒരു റീഡിംഗ് ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരു പക്ഷെ ഈ ഒരു റീഡിങ്ങിലൂടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോടെങ്കിലുമൊക്കെ ഒരു പിണക്കത്തിലോ അച്ഛനോടോ അമ്മയോടോ ലവറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ പിണങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു വൈരാഗ്യത്തിലോ നോ കോണ്ടാക്റ്റിലോ മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു റീഡിംഗ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഒരു നിയോഗമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഒരു പക്ഷേ യൂണിവേഴ്സ് ആകാം. എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവാം ഈ ഒരു നല്ല ദിനത്തിൽ. അപ്പോൾ ഈ ഒരു നല്ല ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ്, ഏതെങ്കിലും മെസ്സേജിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതെത്തിയത്. ഈ ഒരു മെസ്സേജ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേരെ സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ.
ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.